പ്രകൃതി സമ്പന്നമായിരുന്നു നമ്മുടെ കൊച്ചു കേരളം. മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠ സംസ്കാരം ഉൾവെളിച്ചുമായി അനേകായിരം ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും കാലം ജീവനോടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പ്രകൃതിക്കിണങ്ങിയ സംസ്കാരങ്ങളെ ഒക്കെ ഇല്ലാതാക്കി കോറി മാഫികളെ കയറൂരി വിട്ട് ഈ പ്രകൃതി ഒന്നാകെ നശിപ്പിച്ചു. നാട്ടിലെ ജനങ്ങൾ ആസ്വദിക്കേണ്ട പുഴമണലുകളെ ഉപയോഗിക്കാൻ വിടാതെ പുഴകളുടെ ആഴങ്ങൾ നഷ്ടപ്പെടുത്തി വെള്ളത്തിന്റെ ദേശം ഒഴുകാൻ കഴിയാതെ ഇവിടെ ദുരന്തങ്ങൾ വരുത്തിവെച്ചു. പണ്ടൊക്കെ അത്യാവശ്യത്തിന് മാത്രം 1-2 കോറികൾ ഉണ്ടായിരുന്നത് ഇന്ന് വലിയ തോതിൽ മാഫിയകൾ കൈയടക്കി ഒരു ചെയിൻ ബിസിനസ് പോലെ ലാർജ് സ്കെയിൽ മൈനിങ് നടത്തി മണ്ണിനെ താങ്ങി നിർത്തിയ എല്ലാ പാറകളും പൊട്ടിച്ചെടുത്തു. മരങ്ങളെ ഇല്ലാതാക്കി. മണ്ണ് ഇവിടെ ഉറച്ചു നിൽക്കും. വികസനങ്ങൾ വേണ്ട എന്നല്ല, അത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാവണം. മറ്റു രാജ്യങ്ങളിലും കോറികളുണ്ട്, അവിടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഒരു പ്രദേശത്ത് 1-ൽ കൂടുതൽ കോറികൾ അനുവദിക്കരുത്. എല്ലൂരി മാറ്റിയ നമ്മുടെ ശരീരം പോലെയാണ് പാറയില്ലാത്ത മണ്ണ്. പുഴയിലെ മണൽ വാരിയാൽ നീരൊഴുക്ക് വർദ്ധിക്കും. കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാൻ പുഴയ്ക്ക് സാധിക്കും. ഒരു പരിധി വരെ വെള്ളം കയറുന്നത് നമുക്ക് തടയാം. പുഴകളിലെ മണൽ നീക്കം ചെയ്യാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? കോറികളിലെ പാറമണൽ ചിലവാകാൻ വേണ്ടിയാണ്. കാരണം പുഴയിൽ നിന്ന് മണൽ വാരിയാൽ ബന്ധപ്പെട്ട പഞ്ചായത്തിനാണ് പൈസ കിട്ടുക. അവിടെ തദ്ദേശ സ്വയംഭരണമാണല്ലോ. വലിയ മീനുകൾക്ക് വലിയ രീതിയിൽ കക്കാൻ പറ്റില്ല, അതിന് കണക്ക് വരും. കോറി മാഫിയ ആണെങ്കിൽ കള്ളപ്പണം കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് വീതിച്ചു കൊടുക്കും. ഭരണ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഇതിൽ ഒരുമിച്ച് തന്നെയാണ്. നാട് നശിക്കുമ്പോഴും കൂലിക്കെടുത്ത സ്തുതിപാഠകരെ കൊണ്ട് അവരുടെ സ്തുതിഗീതങ്ങൾ അവർ പാടിച്ചു. ഈ ദുരന്തമുഖങ്ങളെ സൃഷ്ടിച്ചത് മാറി മാറി ഭരിച്ച ഭരണകൂടമേ, രാഷ്ട്രീയ കക്ഷികളെ, നിങ്ങളാണ്. ഈ രക്തത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. തുറക്കട്ടെ മനസ്സുകൾ.